State Council in China. The State Council is the central government of People's Republic. അതായത് ചൈനയുടെ കേന്ദ്ര പാർലമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്താ, സ്റ്റേറ്റ് കൗൺസിൽ. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് ഓർഗൻ. ചൈനയിലെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് വിഭാഗമാണ് ഇത് സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പീപ്പിൾസ് റിപ്പബ്ലിക് കൗൺസിൽ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദി സ്റ്റേറ്റ് കൗൺസിൽ. ചൈനയുടെ ദൈനംദിനപരമായ ഭരണകാര്യങ്ങൾ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ നടപ്പിലാക്കുന്നവരാണ് ഈ സ്റ്റേറ്റ് കൗൺസിലാണ്. ഇതിനകത്ത് അംഗങ്ങളെന്ന് പറയുന്നത് പ്രീമിയർ. പ്രീമിയർ എന്ന് പറഞ്ഞാൽ ചൈനയുടെ പ്രൈം മിനിസ്റ്ററാണ് എന്ന് വിളിക്കുന്നത് പ്രീമിയർ. ദെൻ വൈസ് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ വൈസ് പ്രീമിയർ. ഇനി ദ സ്റ്റേറ്റ് കൗൺസിലേഴ്സ്, ഇതിനകത്ത് അംഗങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് മിനിസ്ട്രീസ്, ഓരോ മന്ത്രിമാർ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മന്ത്രിമാരുണ്ട്. ഇനി ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് കമ്മീഷൻസ്, മറ്റൊരു വിഭാഗമാണ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ മന്ത്രിമാരെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇന്ത്യൻ മിനിസ്റ്റേഴ്സിനെ? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്, പിന്നെ സഹമന്ത്രിമാരെന്ന് പറയുന്നത് മൂന്ന് വിഭാഗം. അതിൻ്റെ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ്, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ മൂന്നായിട്ട് തിരിച്ചേക്കുന്ന പോലെ തന്നെയാണ് ചൈനയിലും മന്ത്രിമാർ വിവിധ തരത്തിലുണ്ട്. അതായത് മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് മിനിസ്ട്രീസ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻചാർജുള്ള മിനിസ്റ്റേഴ്സ് വരുന്നു. ഇനി ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് കമ്മീഷൻസ്, ഓരോ കമ്മീഷൻസിൻ്റെയും ഇൻചാർജ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് വരുന്നു. പിന്നെ ഓഡിറ്റർ ജനറൽ, ഇവിടുത്തെ പോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന പോലെ അവിടെ ഓഡിറ്റർ ജനറൽ ഒരു പോസ്റ്റ് ഉണ്ട്. അല്ലല്ല, ഇതിൻ്റെ ഭാഗമാണ്, മിനിസ്ട്രിയുടെ ഭാഗമാണ്. ആൻഡ് സെക്രട്ടറി ജനറൽ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്, സ്റ്റേറ്റ് കൗൺസിലിനകത്ത് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്റ്റേറ്റ് കൗൺസിലെ അംഗങ്ങളെന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രീമിയർ, വൈസ് പ്രീമിയർ, സ്റ്റേറ്റ് കൗൺസിലേഴ്സ്, മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് മിനിസ്ട്രീസ്, ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് കമ്മീഷൻസ്, ഓഡിറ്റർ ജനറൽ ആൻഡ് സെക്രട്ടറി ജനറൽ. ദ ഓർഗനൈസേഷൻ ഓഫ് ദി സ്റ്റേറ്റ് കൗൺസിൽ ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. അപ്പം നിയമപരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ആൻഡ് ദ പ്രീമിയർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ എഫക്റ്റീവ് ഫങ്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് കൗൺസിൽ. ഈ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ എഫക്റ്റീവായ കാര്യക്ഷമമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറയുന്ന ആരാണ്? അവിടുത്തെ പ്രീമിയർ ആയിരിക്കും. ഇനി ദ ചോയ്സ് ഓഫ് ദ പ്രീമിയർ is decided by the National People's Congress. അപ്പോൾ ഈ പ്രീമിയറിനെ തീരുമാനിക്കുന്ന ആരാണ്? നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ്. അപ്പോൾ ദ നോമിനേഷൻ ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ദി റിപ്പബ്ലിക്. അത് നമ്മുടെ ചൈനയുടെ പ്രസിഡൻറ്റ് നൽകുന്ന നോമിനേഷൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നാമനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് എന്ത് ചെയ്യുന്നത്, ചൈനയിലെ പ്രീമിയറെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഇനി ബട്ട് ദ വൈസ് പ്രീമിയർ ആൻഡ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് കൗൺസിൽ ആർ ഡിസൈഡഡ് അപ്പോൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രീമിയർ. ഇനി പ്രീമിയറിൻ്റെ റെക്കമെൻഡേഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വൈസ് പ്രീമിയറിനെയും അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് കൗൺസിലുള്ള മറ്റ് മന്ത്രിമാരെ എന്ത് ചെയ്യുന്നത്, നിയമിക്കുക ചെയ്യുന്നത്. ഇനി ദ ടേം ഓഫ് ഓഫീസ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ഈസ് 5 years. സ്റ്റേറ്റ് കൗൺസിലിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ദ പ്രീമിയർ ആൻഡ് ദ വൈസ് പ്രീമിയർ ക്യാൻ സെർവ് ഓൺലി ഫോർ 2 terms. 2 തവണ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മത്സരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സോ ദ നാഷണൽ പീപ്പിൾസ് കൗൺസിൽ ഹാസ് 2 powers. ഈ നാഷണൽ പീപ്പിൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ നാഷണൽ പീപ്പിൾസ് കൗൺസിലിൽ 2 പ്രധാനപ്പെട്ട അധികാരങ്ങളുണ്ട്. ഒന്നാമത്തത് ടു റീകോൾ ഓർ ടു റിമൂവ് ദ സ്റ്റേറ്റ് കൗൺസിൽ. സ്റ്റേറ്റ് കൗൺസിലിനെ എന്ത് ചെയ്യാം, ഒന്നുകിൽ തിരികെ വിളിക്കാം, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യാം, പിരിച്ചുവിടാൻ കഴിയുന്നു. ആൻഡ് ദ പ്രീമിയർ ഡയറക്റ്റ് ദ വർക്ക് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ. പ്രീമിയർ ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. അതെങ്ങനെയായിരിക്കും, ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രവർത്തനം. ഇപ്പോൾ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്സിന് 2 പ്രധാനപ്പെട്ട അധികാരമാണുള്ളത്. ഒന്നാമത്തെ എന്ത് ചെയ്യുക, ദേ ക്യാൻ കോളിംഗ് ബാക്ക് ദ
സ്റ്റേറ്റ് കൗൺസിലേഴ്സ് ഓർ ദേ ക്യാൻ റിമൂവ് ദ സ്റ്റേറ്റ് കൗൺസിലേഴ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ പ്രീമിയർ ഡയറക്റ്റ് ദ വർക്ക് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ. സ്റ്റേറ്റ് കൗൺസിലിൻ്റെ വർക്കുകൾ ഡയറക്റ്റ് ചെയ്യുന്ന ആരാണ്? ഈ പ്രീമിയറാണ്. ഇത് എന്തിൻ്റെ ഏതിൻ്റെ കീഴിലായിരിക്കും? നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ കീഴിലായിരിക്കും. ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്കസ്ഡ് ആൻഡ് ഡിസൈഡ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇൻചാർജ് ആയിട്ടുള്ള മന്ത്രിമാർ എന്ത് ചെയ്യുന്നു? അവിടെ ചർച്ചകൾ നടത്തുകയും അവരുടെ ഭരണകാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇനി ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രീമിയർ ടു സമൺ ആൻഡ് പ്രിസൈഡ് ദ മീറ്റിംഗ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ. സ്റ്റേറ്റ് കൗൺസിലിൻ്റെ മീറ്റിങ്ങുകൾ എന്ത് ചെയ്യുന്നത്? വിളിച്ചു കൂട്ടുകയും അതിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്നത് ആരാണ്? പ്രീമിയറായിരിക്കും. ഇനി ദ സ്റ്റേറ്റ് കൗൺസിൽ അഡോപ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്. അവരെന്ത് ചെയ്യുന്നു? ഭരണപരമായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് കൗൺസിലാണ്. എനാക്ട് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ. ഭരണപരമായിട്ടുള്ള ചട്ടങ്ങൾ അവർ നടപ്പിലാക്കുന്നു. ആൻഡ് ഇഷ്യൂസ് ഓഫ് ഡിസിഷൻസ് ആൻഡ് ഓർഡേഴ്സ്. എന്താണ്? തീരുമാനങ്ങളും ഓർഡറുകളും അവരെന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. ഇറ്റ് ഡ്രോസ് അപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് പ്ലാൻസ് ഫോർ ആൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എല്ലാവിധമായ സാമ്പത്തിക പുരോഗതിക്കുമുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് കൗൺസിലാണ്. ഇറ്റ് ഡയറക്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്കണോമിക് അഫേഴ്സ്, അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അഫയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചർ ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്കൽ കൾച്ചർ ആൻഡ് ഫാമിലി പ്ലാനിങ്. ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ പറയുന്നത് എന്താണ്? സാമ്പത്തികപരമായ കാര്യങ്ങളിലും അർബൻ റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമീണ നാഗരികപരമായ വികസനം, വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ, ശാസ്ത്രം, സംസ്കാരം, പൊതുജനാരോഗ്യം, ഭൗതികമായ സംസ്കാരം, ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം തുടങ്ങിയ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ഈ സ്റ്റേറ്റ് കൗൺസിലാണ്. ഇറ്റ് കണ്ടക്ട് ഫോറിൻ അഫയേഴ്സ് ആൻഡ് കൺക്ലൂഡ് ട്രീറ്റീസ്. വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവരുമായിട്ട് എന്ത് ചെയ്യുന്നു? ട്രീറ്റുകളും ഉടമ്പടികളും ഉണ്ടാക്കുന്നതും സ്റ്റേറ്റ് കൗൺസിലാണ്. ഇറ്റ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ദ ലെജിറ്റിമേറ്റ് റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ആൾ ചൈനീസ് പീപ്പിൾ. ചൈനയിലെ എല്ലാ ജനങ്ങളുടെയും അവകാശങ്ങളെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? ഈ സ്റ്റേറ്റ് കൗൺസിലിനാണ്. ദ സ്റ്റേറ്റ് കൗൺസിൽ ലുക്സ് ലൈക്ക് എ ക്യാബിനറ്റ് ഇൻ എ പാർലമെൻ്ററി സിസ്റ്റം. ഒരു പാർലമെൻ്ററി സമ്പ്രദായത്തിലെ ക്യാബിനറ്റ് പോലെയാണ് ഏത് പ്രവർത്തിക്കുന്നത്? സ്റ്റേറ്റ് കൗൺസിൽ പ്രവർത്തിക്കുന്നത്. ബട്ട് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക് ബിക്കോസ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് ഇറ്റ്സ് ഡെമോക്രാറ്റിക് സെൻട്രലിസം ഡോമിനേറ്റ് ഓവർ ദ സ്റ്റേറ്റ് കൗൺസിൽ ഇൻ ചൈന. പക്ഷേ ഇതൊരു സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നൊരു പാർലമെൻ്ററി സിസ്റ്റത്തിലെ ക്യാബിനറ്റ് പോലെയാണെങ്കിലും ഇതിന് ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ് കൗൺസിൽ ഈസ് ഡോമിനേറ്റഡ് ബൈ ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേധാവിത്വത്തിന് കീഴിലാണ് ആര് പ്രവർത്തിക്കുന്നത്? ഈ കൗൺസിലർ, ഈ സ്റ്റേറ്റ് കൗൺസിൽ എന്ത് ചെയ്യുന്നത്? പ്രവർത്തി. അതായത് അവിടെ നമുക്ക് ചൈനയിലെന്ന് പറയുമ്പോൾ വൺ പാർട്ടി സിസ്റ്റമാണ്. അതുകൊണ്ട് എന്താ? എവറിത്തിങ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദാറ്റ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് കാണാം. അപ്പോൾ ഒരു ഇവൻ്റോ പിന്നെ പാർലമെൻ്ററി സമ്പ്രദായത്തിലെ ഒരു ക്യാബിനറ്റ് ആണ് സ്റ്റേറ്റ് കൗൺസിൽ എങ്കിൽ പോലും എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായിട്ടുള്ള ഒരു മേധാവിത്വം, ഒരു ഡെമോക്രാറ്റിക് സെൻട്രലിസം, ഒരു ജനാധിപത്യ കേന്ദ്രീകരണമാരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രീകരണം എവിടെ കാണാൻ കഴിയും? ചൈനയിൽ കാണാനായിട്ട് കഴിയും.